ജയ് ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ശ്രീമദ് ഭാഗവത കഥാമൃതം അധ്യായം 4. വ്യാസഭഗവാൻ ഭാഗവതം നിർമ്മിക്കാനുണ്ടായ കാരണം. ശൗനകൻ ചോദിച്ചു, ഹേ മഹാഭാഗ, ശ്രീവ്യാസൻ ഭാഗവതത്തെ എപ്പോൾ എന്ത് കാരണത്താൽ നിർമ്മിച്ചു? ഭഗവാൻ ശ്രീശുകൻ അത് മുഴുവനും പഠിച്ചതും പരീക്ഷത്തിനെ കേൾപ്പിച്ചതും ആശ്ചര്യമായി തന്നെ തോന്നുന്നു. ശ്രീശുകൻ മഹായോഗി, സർവദാ ബ്രഹ്മനിഷ്ഠൻ, സ്ത്രീ പുരുഷ ഭേദദൃഷ്ടി തീണ്ടാത്ത സമദർശി, അവധൂത വേഷത്തിൽ ആരാലും അറിയപ്പെടാതെ സഞ്ചരിക്കുന്നവൻ. പരീക്ഷത്തിന് ആ മഹർഷിയുമായി എങ്ങനെ സമാഗമം ഉണ്ടായി? ഒരു ഗൃഹത്തെ പരിശുദ്ധമാക്കാൻ പ്രവേശിച്ചാലും അധിക സമയം തങ്ങാത്ത അദ്ദേഹം വിസ്തൃതമായ ഭാഗവതം മുഴുവൻ ഉപദേശിക്കാൻ വേണ്ട സമയം പരീക്ഷത്തുമായി കഴിച്ചത് ആശ്ചര്യം തന്നെ. ഭാഗവതോത്തമനായ ശ്രീ പരീക്ഷിത്ത് യൗവനത്തിൽ തന്നെ സാമ്രാജ്യാധിപത്യത്തെയും പ്രാണനെയും ഉപേക്ഷിക്കാൻ കാരണമെന്ത്? ഇതിനുത്തരമായി സൂതൻ പറഞ്ഞു, ശ്രീഹരി ദ്വാപരയുഗാരംഭത്തിൽ വേദവ്യാസനായി അവതരിച്ചു. കാലശക്തി കൊണ്ട് ലോകർക്ക് ആയുസ്സും ശ്രദ്ധയും മനോബലവും കുറഞ്ഞു വരുന്നതായി സർവജ്ഞനായ ഋഷി കണ്ടു. അപ്പോൾ ധർമ്മസ്ഥാപനാർത്ഥം വേദത്തെ 4 വിഭജിച്ച് ശിഷ്യന്മാർ മുഖേന പ്രചരിപ്പിച്ചു. വേദസാരത്തെ പ്രകാശിപ്പിക്കുന്ന ഇതിഹാസ പുരാണങ്ങളെ ഉണ്ടാക്കി. പാമരന്മാർക്കും സദാചാര ബോധം ഉണ്ടാവാനായി മഹാഭാരതത്തെയും നിർമ്മിച്ച് ലോകത്തിന് സംഭാവന ചെയ്തു. ലോക ശ്രേയസ്സിനായി ഇത്രയേറെ ചെയ്തിട്ടും ശ്രീവ്യാസരുടെ ഹൃദയം പ്രസാദിച്ചില്ല. അദ്ദേഹത്തിന് കുണ്ഠിതമായി. ഏകാന്തതയിൽ ഇരുന്ന് വിചാരിച്ചു, ഞാൻ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഗുരുഭൂതന്മാരുടെ ആജ്ഞയെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അവരെയും വേദങ്ങളെയും അഗ്നികളെയും നിഷ്കപടമായി പൂജിച്ചു. വേദരഹസ്യത്തെ വിസ്തരിച്ചു. ലോകർക്കെല്ലാം ധർമ്മബോധം ഉറയ്ക്കുന്നതിനായി ഭാരതവും നിർമ്മിച്ചു. എന്നിട്ടും ആത്മസംതൃപ്തി വരുന്നില്ലല്ലോ. എന്തായിരിക്കും കാരണം? ഒരു കാര്യം ഞാൻ ചെയ്തില്ല. അതായത് ഭാഗവത ധർമ്മത്തെ നല്ലവണ്ണം പ്രകാശിപ്പിച്ചില്ല. പരമഹംസന്മാർക്കും ശ്രീ ഭഗവാനും ഏറ്റവും പ്രിയമായ ഭാഗവത ധർമ്മ പ്രചരണത്തിൽ ഞാൻ ഉദാസീനനായതുകൊണ്ടാണോ എന്റെ ആത്മാവ് പ്രസാദിക്കാത്തത്? ഇപ്രകാരം നിസ്വാർത്ഥ ചിന്തനം ചെയ്ത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷാദിച്ചിരിക്കുമ്പോൾ ഭാഗവതാഗ്രഗണ്യനായ ശ്രീ നാരദ ഭഗവാൻ പ്രമോന്മത്തനായി തിരുനാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് അവിടെ എഴുന്നള്ളി. വ്യാസമുനി ദേവവന്ദ്യനായ ശ്രീനാരദരെ യഥാവിധി പൂജിച്ചിരുത്തി. ജയ് ശ്രീ രാധേ രാധേ.